ഒനിലിനെ പറ്റി പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ഞങ്ങൾക്കോ ഒരു തെറ്റിദ്ധാരണയില്ല. മസ്താനി എന്താണ് ഭയങ്കരമായിട്ട് അതിൽ ഉപദ്രവിച്ചോ? ലക്ഷ്മി, മസ്താനിക്ക് പോലും ഒരു ഷുവർ അല്ലാത്തൊരു കാര്യം ലക്ഷ്മി ഇത്ര ട്രിഗർ ചെയ്യാനുള്ള കാര്യം എന്താണ്? കുടുംബത്തിൽ കേട്ടാൽ കൊള്ളാത്തവര്, നല്ല കുടുംബത്തിൽ ജനിക്കാത്തവര്. ഒനിൽ, ലക്ഷ്മി പുരുഷന്മാരോട് എല്ലാവരോടും മാപ്പ് പറയണം. നമസ്കാരം ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ബിഗ് ബോസിന്റെ ഈ രണ്ടാഴ്ചയിലും അവിടെ നിന്ന് ഫ്ലോറിൽ നിന്ന് പുഴുക്കാൻ ഭാഗ്യം കിട്ടിയ രണ്ടുപേരാണ് മസ്താനിയും ലക്ഷ്മിയും. അവരുടെ രണ്ടുപേരെയും കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഗൈസ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ്, വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇത് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസിന്റെ ഈ ആഴ്ചത്തെ രണ്ട് പ്രമോയും മുന്നോട്ട് വരുമ്പം കഴിഞ്ഞ ദിവസത്തെ പ്രമോയും അതിന്റെ എപ്പിസോഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ രണ്ട് പ്രമോയുടെ സവിശേഷത എന്ന് പറയുന്നത് ഇരമ്പി വരുന്ന കടൽ പോലെ ലാലേട്ടൻ വന്നിട്ട് ലക്ഷ്മിയെയും മസ്താനിയെയും നന്നായിട്ട് അവിടെ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ടാസ്കുകളും അതിന്റെ സംഭാഷണങ്ങളെയും അവര് ആരോപിച്ച പല വിഷയങ്ങളെയും കാണിച്ചിട്ട് വളരെ പരുഷമായ രീതിയിൽ ലാലേട്ടൻ രണ്ടുപേരെയും വളരെ നല്ല രീതിയിൽ ചീത്ത വിളിക്കുന്നതായിട്ടുള്ള ഇതാണ്. അന്നേരം ഈ രണ്ട് പ്രമോ മുന്നോട്ട് വരുമ്പോഴും ആക്ച്വലി ഇന്നത്തെ പ്രമോയും ഇന്നത്തെ എപ്പിസോഡൊക്കെ നിങ്ങൾ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ രണ്ട് പ്രമോയിലും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ എപ്പിസോഡ് എല്ലാം അവസാനിക്കുമ്പം ഏറ്റവും കൂടുതൽ അവിടെ ക്യാമറ അറ്റൻഷനും എന്നാൽ തന്നെ ഏറ്റവും കൂടുതൽ അവിടെ എന്താണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ച ആൾക്കാർക്ക് ഉള്ള നല്ലൊരു പണിയായിട്ടാണ് ഈ രണ്ട് എപ്പിസോഡ് ആക്ച്വലി എൻഡ് ചെയ്യുന്നത്. കാരണം ഇന്നലത്തെ പ്രമോയും അതിന്റെ എപ്പിസോഡും കണ്ടവർക്കറിയാം കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ലാൽസത് കൈകാര്യം ചെയ്യുന്നതാണ്. അതായത് ഒരുപാട് പേരൊന്നും അത് ആക്ച്വലി ശ്രദ്ധിച്ചില്ല ആ ഒരു കാര്യം. അതല്ല, ആദില നൂറയെ കുറിച്ച് ഈ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ വളരെ ഉച്ചത്തിൽ ഈ ബിഗ് ബോസിലേക്ക് കയറുമ്പം പല ആൾക്കാരുടെയും എയിം ആയിരിക്കും ക്യാമറ അറ്റൻഷൻ, കോണ്ടന്റ് ക്രിയേഷൻ, അതിലൂടെ വോട്ട് നേടിപ്പറ്റാം എന്നൊരു രീതി. പക്ഷെ അപ്പാനിക്ക് സംഭവിച്ച കാര്യം നമ്മളത് മനസ്സിലാക്കണം. നിങ്ങൾ കണ്ടിന്യൂലി ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം എന്താണ് ക്യാമറ അറ്റൻഷന് വേണ്ടി കുറെ അവിടെ കിടന്ന് ചിലച്ചത് കൊണ്ടോ കുറെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആരുടെയും മണ്ടേ കയറിയത് കൊണ്ടോ ഒരിക്കലും വോട്ട് വാരി കൂട്ടാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പാനിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി വരുമെന്നുള്ള കാര്യം ടോപ്പ് 5 ഒക്കെ പ്രതീക്ഷിച്ച അപ്പാനി എന്ന് പറഞ്ഞ ആൾക്ക്, പക്ഷെ അറിയത്തില്ല അപ്പാനിയെക്കാട്ടിലും വീക്കായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അപ്പാനിയെക്കാട്ടിലും അവിടെ വളരെ പതുങ്ങിയിരുന്ന ആൾക്കാര് ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് രേണുസുതിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഓട്ടുണ്ട്, അവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാ. പിന്നെ ബിഗ് ബോസിലേക്കൊക്കെ തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞ പല കോൺട്രവേഴ്സിയും കണ്ടിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ ആഴ്ച അവിടെ ഏറ്റവും കൂടുതൽ ക്യാമറ അറ്റൻഷന് വേണ്ടി ചിലച്ച രണ്ടുപേരായിരുന്നു എന്താണ് മസ്താനിയും ലക്ഷ്മി എന്ന് പറഞ്ഞ മത്സരാർത്ഥി. ഇവരൊന്ന് സംസാരിച്ചത് ആദില നൂറെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. നീയൊക്കെ വീട്ടിൽ എന്തോ നിന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, നിന്റെയൊക്കെ കാര്യം നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ ഇൻസ്പയർഡ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനോട് ലാലേട്ടൻ പ്രതികരിച്ച രീതി നമുക്ക് രോമാഞ്ചം കൊള്ളിയത് മലയാളിക്ക്. നിങ്ങൾ വരൂ, എന്റെ വീട്ടിൽ ഞാൻ നിങ്ങളെ കയറ്റാം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ സംസാരിക്കുന്നതായിട്ട്. അതിനുശേഷം ഇന്നത്തെ പ്രമോ കണ്ടില്ല അറിയാം. ലാലേട്ടൻ വന്നിട്ട് അപ്പോഴും ലക്ഷ്മിയുടെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു എന്താണ് കാര്യം. ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് കഴിഞ്ഞ ദിവസം ഒനിയിൽ മസ്താനിയുടെ വിഷയത്തിൽ എടുത്തിട്ട ഒരു കാര്യം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ചർച്ചാ വിഷയമായ വിഷയം. ഈ വിഷയത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട വിഷയത്തെ പോലല്ലായിരുന്നു ആക്ച്വലി. അത് നമുക്കറിയാം, ഒരു ടാസ്കിനിടയിൽ ഒനിയിലിന് സംഭവിച്ച ചെറിയൊരു കയ്യബദ്ധം പോലെ ഒനിയിൽ പറയുന്നു. അതിനെക്കുറിച്ച് അയാൾ പറഞ്ഞ് കരയുകയറി ചെയ്യുന്നുണ്ട്. എന്നാൽ മസ്താനിയുടെ എനിക്കറിയാം ഓരോ മത്സരാർത്ഥിയുടെയും ഒരു എന്താണ് എയിമായിരിക്കും കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ ഒനിയിൽ എന്തോ അദ്ദേഹത്തെ കയറി പിടിച്ച ഒരു കാര്യത്തെ ഈ ലക്ഷ്മിയോടൊന്ന് പറഞ്ഞു പോയി മസ്താനി. ലക്ഷ്മി അതിനെ വലിയ രീതിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അത് വലിയൊരു കാര്യമായിട്ട് അവിടെ പറഞ്ഞ് അവതരിപ്പിച്ച് വലിയ കോലാഹലം സൃഷ്ടിച്ച് അത് ഊതിപ്പെരിപ്പിച്ചു. ഇന്നലത്തെ ആണെങ്കിൽ അതായത് വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം. അതിനകത്ത് മസ്താനി തന്നെ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അവിടെ നിൽക്കുന്നവരോടൊപ്പം തന്നെ മസ്താനി നിന്നിട്ട് ഇവരുടെ കൂടെ നിന്നിട്ട് ഇവരെ നോമിനേഷനിലാക്കുന്ന ഒരു പ്രവണതയും മസ്താനിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വോട്ട് വാരി കൂട്ടാം എന്ന രീതിയിൽ എന്ത് കാര്യവും ഇതുപോലെ ചെറ്റത്തരം ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരെ പോലൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ആക്ച്വലി കാര്യം പറയുന്നത്. അപ്പൊ ആദില നൂറ ആ ഒരു വിഷയത്തിൽ ലക്ഷ്മി എന്ന് പറഞ്ഞ മത്സരാർത്ഥി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവര് തെറ്റായ രീതിയിൽ പ്രചോദനപ്പെടും, തെറ്റായ രീതിയിൽ മറ്റുള്ളവർ തെറ്റായ രീതിയിൽ ഇൻസ്പയർഡ് ആവും എന്നുള്ള കാര്യം. ആക്ച്വലി എനിക്ക് പറയാനുള്ളത് ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ ഈ ഒരു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇനിയും അടുത്ത സീസണിൽ ബിഗ് ബോസിലേക്ക് വരാനുള്ള ആർക്കും കൂടി ഇങ്ങനെ തെറ്റായ രീതിയിൽ ആരും അങ്ങനെ ആവരുതേ എന്ന് പറയുന്നു.
എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ഇവരെന്താണ് നല്ല എന്തുമാത്രം മെസ്സേജാണ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യം. ഇവരുടെ ഇത്തവണ ഈ ഒരു കാര്യം കണ്ടിട്ടൊന്നും എനിക്ക് എത്ര നാൾ ഇനി ബിഗ് ബോസിലേക്ക് നിൽക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വളരെ ഈ ഒരു സീസണിലെ അറിയാം വളരെ ബോറിംഗ് ആയിട്ടുള്ള സീസൺ. ഏറ്റവും കൂടുതൽ ഏത് പ്രമോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആദ്യത്തെ ഫസ്റ്റ് വീക്ക്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു 1-2 വീക്ക്, അതല്ലാതെ തൊട്ടിങ്ങോട്ട് വരുന്ന ഓരോ കാര്യത്തിലും ലാലേട്ടൻ വളരെ ട്രിഗറായിട്ട് വളരെ എന്താണ് ചിരിക്കവേ ഇല്ലാത്ത രീതിയിലുള്ള ലാലേട്ടനാണ് ഓരോ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. ഓണത്തിന്റെ ഇടയ്ക്കെങ്ങാണ്ട് മാത്രമായിരുന്നു, നിങ്ങൾ ഓണത്തിന് പോലും നമ്മൾ ഇതുവരെ ഒരു സീസണിൽ നമ്മൾ കണ്ടിട്ടില്ല. ആ രീതിയിലായിരുന്നു. ഞങ്ങളുടെ ഹൗസിലേക്ക് എനിക്ക് വരാൻ താല്പര്യമില്ലാതെ ലാലേട്ടൻ വന്നതുപോലെയായിരുന്നു. അങ്ങനെ പറഞ്ഞു വരുന്ന രീതിയിൽ ഏറ്റവും വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു സീസണാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ ഒരു ബിഗ് ബോസ് 7 എന്ന് പറഞ്ഞ കാര്യം. പിന്നെ ഒനിലിന്റെ വിഷയത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഒനിൽ ലക്ഷ്മി വിഷയത്തില് ഒനിൽ ഇന്ന് ലക്ഷ്മിയെ കൊണ്ട് മാപ്പ് പറയിക്കുന്നതായിട്ട് പ്രമോയിൽ നമ്മൾ കാണുന്നുണ്ട്. ആക്ച്വലി പ്രമോ കണ്ടവർക്കറിയാം. അത്തരത്തിൽ സത്യമാണ്, ലക്ഷ്മി ഇനി എത്ര നാൾ മുന്നോട്ട് നിൽക്കുന്നു അത്രയും നാൾ ഇങ്ങനത്തെ രീതിയിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണെങ്കിൽ പോലും ഒരു മനുഷ്യനെ നമ്മൾ എന്താണ് നമ്മൾ വീഴുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് അത് മസ്താനിയും പറയുന്നുണ്ട്. എന്താണ് ജസ്റ്റ് അതിലൊരു അത്രയും വലിയൊരു പബ്ലിക്കിലേക്ക് ഇത് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് മസ്താനി പിന്നെ വന്ന് ക്യാമറയുടെ മുമ്പിൽ പറയുന്നതായിട്ട് നമ്മളെ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം. ഇത് പബ്ലിക്കിലേക്ക് പോവല്ലേ, അറിയാതെ ഞാനൊന്ന് ഷെയർ ചെയ്തു പോയി, അവരുടെ കയ്യിൽ നിന്ന് കാര്യം പരിധിക്കപ്പുറം കൈവിട്ടു പോയി എന്നുള്ള രീതിയിൽ. സത്യത്തിൽ എങ്ങനെങ്കിലും ക്യാമറ അറ്റൻഷൻ കിട്ടണം, അല്ലെങ്കിൽ എങ്ങനെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും വീണ് കിട്ടുന്നോ എന്ന് തെരഞ്ഞു നടക്കുന്ന ഒരു മത്സരാർത്ഥിയെ പോലെയാണ് ഗൈസ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. ഞാൻ ഇവർക്ക് ആക്ച്വലി ലക്ഷ്മിക്ക് ഞാൻ വോട്ട് കൊടുക്കാൻ പോവാറില്ല. ആക്ച്വലി സത്യത്തിൽ കാണുന്നു എന്നതല്ലാതെ ആർക്ക് വോട്ട് കൊടുക്കാൻ പോലും എനിക്ക് ആക്ച്വലി തോന്നുന്നേയില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഒരു മത്സരാർത്ഥി കണ്ടിട്ട് പോലും. ഒനിയിൽ ആക്ച്വലി അവരെ കൊണ്ട് മാപ്പ് പറയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇന്നത്തെ എപ്പിസോഡിനും കാണുന്നവർക്ക് അറിയാം ആക്ച്വലി ലക്ഷ്മി മാപ്പ് പറയണം എന്ന രീതിയിലാണ് ഒനിയിൽ പ്രതികരിക്കുന്നത്. സത്യത്തിൽ ആ ഒരു പ്രവണത വളരെ ശരിയെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെ വേണം. കാണുന്ന ഏത് കാര്യത്തെയും നമുക്ക് ഒരാളെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ വിഷമിപ്പിച്ച് കുറച്ചു നേരം ആള് കളിച്ച് നടക്കാൻ പറ്റും എന്നൊരു കാര്യം എല്ലാവരിലേക്കും പോകുന്ന രീതിയിലാണ് ഇത് വെറുതെ വിട്ട് കളഞ്ഞാൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു അല്ലേ. വളരെ നൈസായിട്ടുള്ള സാധനമായിരുന്നു, അത് പോട്ടെ എന്ന് വെക്കാമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവിടെയുള്ള എല്ലാവർക്കും അതൊരു പാഠമായിരിക്കും ആക്ച്വലി ഈ ഒരു കാര്യം. എന്ത് കാര്യത്തെ വീണാലും ഒരുപക്ഷെ അവരെ ചവിട്ടി അരച്ചിട്ട് അതിന് മുമ്പിൽ നിന്നിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഗൈസ്, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക.